ഈ ഒരു റൂമിന്റെ ഈ ഒരു ലുക്ക് നിങ്ങൾ നോക്കി വെച്ചോ. ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. മൊത്തത്തിൽ ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിലെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴത്തേനും ഞാൻ ഒരുപാട് അങ്ങോട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഒരേ രീതിക്ക് റൂം എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും മടുക്കൂട്ടോ. അപ്പൊ ഞാൻ ഒരു 3-4 മാസം കൂടുമ്പോൾ ഞാൻ ഇതുപോലെ റീഅറേഞ്ച് ചെയ്യാറുണ്ട്. റൂം ഒന്ന് വെടുപ്പാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റൂമിനകത്തുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ തേജപ്പന്റെ ശ്രദ്ധ പറ്റാത്തൊരു സ്ഥലത്തേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ആ വാതിൽ കുറ്റിടണം, അല്ലെങ്കിൽ അവ അതൊക്കെ വലിച്ചെടുക്കും. ഒക്കെ സൂക്ഷിച്ചെടുത്ത് കൊണ്ട് പോയില്ലെങ്കിൽ ഇതാ ഈ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഒരു കണ്ടെയ്നർ നിലത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ പറക്കി സെറ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്റേതായിട്ടുള്ള കുറെ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു സാധനം മേടിച്ചത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, പിന്നെ റേറ്റ് കുറവാണ്. ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഈ ഒരു അലമാര ഇങ്ങോട്ടേക്കും കട്ടിലൊക്കെ അങ്ങോട്ടേക്കൊക്കെ ആക്കിയത്. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ, നടു ഒടിഞ്ഞു എന്നൊക്കെ പറയില്ല. എന്നാലും മെയിൻ ആയിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം നമ്മൾ ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഈ ഫോട്ടോ ഫ്രെയിം ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി മാറ്റണം. അടിയും തൊടിയും മാറാലടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് സ്പേസ് കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടി നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെളിച്ചം ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് റൂമിലൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം വേണം. വൈകുന്നേരം മാത്രമേ ഇരുട്ട് പാടുള്ളൂ. പിന്നെ ഓരോ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട് ഞാൻ തുടച്ച് വെടുപ്പാക്കുമ്പോഴത്തേനും അവിടെ ഇരുന്ന് ആശാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ ഒരു ഫോട്ടോ ഫ്രെയിം എടുത്തപ്പോഴത്തേനും പപ്പ എന്ന് തേജപ്പൻ അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തേജപ്പന്റെ പപ്പനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ പപ്പനെ നല്ല പരിചയമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ തൂക്കണ സാധനം അധികം നമുക്ക് താത്തിയിട്ട് തൂക്കാൻ പറ്റില്ല കേട്ടോ. കാരണം തേജപ്പൻ വളർന്ന് നല്ല കുറുമ്പുള്ള കുട്ടിയായിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതുമ്മയ്ക്ക് വലിഞ്ഞു കയറലാണ് മൂപ്പരുടെ മെയിൻ പണി. ഞാൻ ഇതും വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പൊട്ടണതാണ് കേട്ടോ. ഈ കുറുമ്പ് കാണിക്കുന്ന തേജപ്പന്റെ സേഫ്റ്റിയും കൂടി നോക്കണല്ലോ. അവൻ എത്താത്ത രീതിയിൽ ഞാൻ മുകളിലേക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോഴേക്കും കണ്ടില്ലേ, അതുമ്മ വലിഞ്ഞു കയറി അത് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാ നമ്മുടെ റൂം നല്ല അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നല്ല പുതുമുള്ള റൂമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സും. ഇനി കുറച്ചു കാലത്തേക്ക് എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. തേജപ്പന്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തേജപ്പനെ കാണാലോ. പിന്നെ അവന്റെ ഒരു മെഡലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മാസം വരെ നമുക്ക് ഈ ഒരു ലുക്കിൽ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതൊക്കെ മാറ്റാട്ടോ. എനിക്ക് ഒരു പണി കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എടുക്കുന്ന ഒരു വലിയ ചവിട്ടുണ്ട്. അതിൽ തേജപ്പ ഷൂസ് മുള്ളിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തേച്ചുറച്ച് കഴുകി വിരിച്ചിട്ടൊക്കെ വരാട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത പണി കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ടി വരും. അതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ നേരെ പോയി കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും റൂമിലേക്ക് നല്ല സൺലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സൺ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. അത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഏത് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.